ഡോക്ടർ ഹാരിസിനെ വീണ്ടും സംശയം നിഴലിലാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ. കാണാതായ ഉപകരണത്തിന് പകരം പുതിയത് വാങ്ങിവെച്ചു എന്ന് സൂചന നൽകിയാണ് സൂപ്രണ്ടും പ്രിൻസിപ്പലും ഒക്കെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. കേടായ ഉപകരണം നന്നാക്കാൻ കൊച്ചിയിലേക്ക് അയച്ചുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഉപകരണം കൊച്ചിയിലേക്ക് അയച്ചിട്ടില്ല എന്ന നിലപാടിലാണ് കടയുടമ. ഈ ഉപകരണം ഇവിടുന്ന് നന്നാക്കാൻ വേണ്ടി കൊച്ചിക്ക് അയച്ചതാണോ ഈ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം? ഇല്ല, നമ്മുടെ അവിടെ സർവീസ് എഞ്ചിനീയർ ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അപ്പൊ പുള്ളി അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാൻ പറ്റും. നമുക്ക് തിയേറ്ററിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉള്ളതല്ലേ. നമ്മൾ തിയേറ്ററിൽ എപ്പോഴും സർജറിക്ക് പോകുന്ന അത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറെ 3-4 നെഫ്രോസ്കോപ്പ് കേടായിരുന്നു. 3 തോന്നുന്നത്. അപ്പൊ അത് കേടായിരുന്നപ്പോഴത്തേക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ട് പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ചെക്ക് ചെയ്യുമ്പോ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റോഡ് ലെൻസ് എല്ലാം പോയി. കാലപ്പഴക്കം ഉണ്ട്, 10 വർഷത്തിൽ കൂടുതലായ സാധനം. നന്നാക്കാൻ പറ്റില്ല അല്ലേ? നന്നാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ അതങ്ങ് തിരിച്ചു കൊടുത്തു. അതിനകത്ത് ഈ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നെന്നും ബില്ലുണ്ടായിരുന്നൊക്കെ ഇന്ന് വാർത്താ സർവീസ് എഞ്ചിന്റെ തെറ്റിച്ച് എഴുതി കൊടുത്താ. പുള്ളി ഈ മോർസിലോസ്കോപ്പിന്റെ പ്രശ്നങ്ങളോട് നടന്നുകൊണ്ടിരിക്കില്ല. പുള്ളി അപ്പൊ മോർസിലോസ്കോപ്പ് എഴുതി കൊടുത്തു. അങ്ങനെ ഈ സർവീസ് എഞ്ചിനീയർക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയതാണ്. അതാണ്, മോർസിലോസ്കോപ്പ് ഒന്നല്ലേ ഉള്ളൂ. അതവിടെ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം സപ്ലൈ ചെയ്തത്. ഞങ്ങളല്ല, വെടിമാട്ട് വെടി. അത് നമ്മളവരൊക്കെയുള്ള ചാനലാണെന്നല്ല, ചാനൽ പാർട്ട്നേഴ്സ്. പക്ഷെ അവര് സപ്ലൈ വന്നേക്കണ ചെന്നൈന്നാ. അവരെ പൈസ ഇതുവരെ കിട്ടിയില്ല, 1 വർഷമായി. അവിടുത്തെ നിങ്ങളുടെ ഒരു സർവീസ് എഞ്ചിനീയർക്ക് പറ്റിയ അക്ഷരത്തെറ്റ് അല്ലെങ്കിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതാണ് ഈ കൺഫ്യൂഷൻ മൊത്തം കാരണം. അത് വലിയ കാര്യമൊന്നുമില്ല. അത് എഴുതിയപ്പോ തെറ്റിയ മോർസിലോസ്കോപ്പിന് എഴുതിപ്പോയതാ പുള്ളി. അത് നെഫ്രോസ്കോപ്പാണ് സാധനം 3. മോർസിലോസ്കോപ്പ് ഒന്നല്ലേ ഉള്ളൂ. അതവിടെ ഉണ്ട്. അതെന്നാ തിരിച്ചു കൊടുത്തെന്നല്ലോ അറിയാമോ? ഇത് റിട്ടേൺ ചെയ്തത് നെഫ്രോസ്കോപ്പിന്റെ കഴിഞ്ഞ ആഴ്ച ദിവസം പുള്ളി കൊണ്ട് കൊടുത്താൽ തോന്നുന്നു. അത് പുള്ളിയെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് വർക്ക് ചെയ്യില്ല. പിന്നെ പുള്ളി അപ്പൊ തന്നെ അതുകൊണ്ട് ഡിസിറ്റ് തിരിച്ചു കൊടുത്തു. അതിന്റെ കവറിന്റെ പുറത്ത് കൊച്ചിയിലെ അഡ്രസ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടേ അതിപ്പോ നമ്മുടെ ഓഫീസ് അഡ്രസ്സിൽ ഇടാൻ പറ്റുള്ളൂ. അത് കണക്കങ്ങ് തിരിച്ചും കൊടുത്തു. അത് പറ്റില്ല. അത് പറ്റിയെങ്കിൽ നമ്മളൊരു പറ്റി നോക്കിയില്ല. പക്ഷെ അതിന്റെ കോസ്റ്റ് ഭയങ്കര ഹൈയാ. ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 1.5 to 2 lakhs വരും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഹോങ്കോങ്ങിൽ എവിടെയെങ്കിലും അയച്ച് റിപ്പയർ ചെയ്യണം. പിന്നെ വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റിപ്പയർ ചെയ്ത് വന്ന സാധനം വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭയങ്കര റിസ്ക് അല്ലേ. അപ്പൊ പഴയതായുണ്ട, പുതിയതൊക്കെയാണെങ്കിൽ പിന്നെയും ചെയ്ത്. പഴയത് റോഡ് ലെൻസ് വെച്ചുള്ള സാധനം. ഇപ്പോഴത്തെ എല്ലാം ഡിജിറ്റലാ, ഇങ്ങനത്തെയുള്ള അല്ല. അപ്പൊ അതുകൊണ്ട് ആരും എടുക്കാറില്ല. ഇതൊന്നും റിപ്പയറിനൊന്നും ആരും പഴയ കമ്പനിയൊന്നും എടുക്കില്ല. നമ്മള് പിന്നെ മെഡിക്കൽ കോളേജിലെന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അവിടെ പാവപ്പെട്ട പേഷ്യൻസിനുള്ള സർവീസുകൾ നമ്മൾ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാണ്. പക്ഷെ അത് നടക്കില്ല. തേച്ചു കൊടുത്തു. അമൽ തെനമ്പറമ്പിൽ വിവരങ്ങൾ വേണ്ട. അമൽ, ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനം മുതലിങ്ങോട്ട് തുടങ്ങിയ ആശയക്കുഴപ്പമാണ്. ഇപ്പോൾ ഇതാ പേര് മാറി എഴുതി എന്നതുകൂടി വരുന്നു. ഇതൊന്ന് വ്യക്തമാകുന്ന നിലയിൽ പറയും. അതായത് ഹാരിസ് ചിറക്കൽ KGMCTയുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഒരു കുറിപ്പുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കടയുടമ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നതും. അതായത് ഇത്തരത്തിലൊരു ഉപകരണം നന്നാക്കാനായി അവരുടെ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസി കൊച്ചിയിലാണുള്ളത്. പക്ഷേ അത് കൊച്ചിക്ക് അയക്കേണ്ട ആവശ്യമില്ല. അതൊരു പക്ഷേ കൊച്ചിയിലെ ഏജൻസി ആയതുകൊണ്ടായിരിക്കാം ഡോക്ടർ ആ കുറിപ്പിൽ അങ്ങനെ പറഞ്ഞത്. കൊച്ചിക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ ടെക്നീഷ്യന്മാർ ഇവിടെയുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവർ ഇവിടെ തന്നെ വെച്ച് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ച് നൽകാറാണ് പതിവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന വിഷയമാണ് എന്ന്. ആ കാര്യം ഹാരിസ് ചിറക്കലിനെ അറിയിച്ചു. സ്വാഭാവികമായും ഇത് നന്നാക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ അത് കഴിഞ്ഞ ആഴ്ച തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അതിവിടെ കൊണ്ടുവച്ചു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ഈ അതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു പേപ്പറിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരുന്നു. ആ ഉപകരണമാണ് കാണാതായ എന്നുള്ള വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇങ്ങനെ നിൽക്കുന്നത്. അതിലാണ് അന്വേഷണം നടക്കുന്നത്. ആ ഉപകരണം അവിടെയില്ല. അതിന് പകരം പുതിയൊരു ഉപകരണം വാങ്ങി വെക്കാൻ ഒരു ശ്രമം നടന്നു, അല്ലെങ്കിൽ വാങ്ങി വെച്ചു എന്നുള്ള തരത്തിലൊരു വ്യാഖ്യാനത്തിനുള്ള നീക്കമാണോ ഇന്ന് രാവിലെ സൂപ്രണ്ടും പ്രിൻസിപ്പളും ചേർന്ന് നടത്തിയത് എന്നൊരു സംശയം ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. ആ വിഷയത്തിൽ കൃത്യമായ വ്യക്തത വരുത്തുന്നുണ്ട് ഈ കടയുടമ പറയുന്നത് അത് നെഫ്രോസ്കോപ്പ് തന്നെയാണ്. അത് മറ്റൊരു ഉപകരണമാണ്. ആ നെഫ്രോസ്കോപ്പ് തിരികെ കൊടുത്തപ്പോൾ അവരുടെ ടെക്നീഷ്യൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. ഒരു എഴുത്തിലെ പിശക് മാത്രമാണ് ഉണ്ടായത്, അല്ലാതെ മറ്റൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മോസിലോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ച ഇങ്ങനെ സജീവമായി നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാ പേരു എന്നങ്ങനെ എഴുതി പോയതാണ്. നെഫ്രോസ്കോപ്പ് എന്ന് എഴുതിയത് മാറിയതാണ് എന്നുള്ളതാണ് കടയുടമ വിശദീകരിക്കുന്നത്. ഇതിൽ അസ്വാഭാവികമായതൊന്നുമില്ല എന്നുള്ളത് പറയുന്നു. ഹാരിസ് ചിറക്കലിനെ കുടുക്കുന്നതിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായാണോ ഇന്നത്തെ രാവിലത്തെ വാർത്താ സമ്മേളനം എന്ന
സംശയം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിനിടയിലാണ് ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നടത്തി നേരത്തെ ഹാരിസ് ചിറക്കൽ രംഗത്ത് വരുന്നത്. ഹാരിസ് ചിറക്കൽ പറഞ്ഞതൊക്കെ ഏകദേശം ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ കടയുടമയും രംഗത്ത് വരികയാണ്. അങ്ങനെ ഹാരിസ് ചിറക്കലിന്റെ വാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിൽ അവസാനിച്ച ഒരു വാർത്താ സമ്മേളനം പിന്നീടുള്ള മണിക്കൂറുകളിൽ ഇവരുടെയൊക്കെ വിശദീകരണത്തിന്റെ പുറത്ത് അതിലെ ആശയക്കുഴപ്പം കുറച്ചൊക്കെ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ദിവിഷ്. ശരി. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ആകെ സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന നിലയിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ആ മുറിയിലേക്ക് കടക്കുന്നത് കണ്ടു. CCTVയിൽ അത് പതിഞ്ഞിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കണം. അവിടെ കഴിഞ്ഞ പരിശോധന നടക്കുന്ന ദിവസം ഇല്ലാത്ത പെട്ടി പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ വരുന്നത് ഈ ഉപകരണം നന്നാക്കാൻ അയച്ചെടുത്ത കടയുടമയുടെ വിവരങ്ങൾ കൂടിയാണ്. ആ ഉപകരണത്തിൻ്റെ പേര് തെറ്റായി എഴുതിയ ഒരു പെശക് മാത്രമാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു.